സാധാരണ പിള്ളേരൊക്കെ കളിച്ച് നടക്കുന്ന സമയത്ത് പിള്ളേരോട് കളിച്ച് നടക്കാതെ വീട്ടിൽ പോലെ പഠിക്കണമെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ അങ്ങനെ നേരത്തെ പറയാറുണ്ടായിരുന്നു? ഇല്ല ഇല്ല പറയത്തില്ല. അവനക്ക് കളി തന്നെ കാര്യമായിട്ട്. കളിക്ക് തന്നെയായിരുന്നു പ്രാധാന്യം. കളി തന്നെ പ്രാധാന്യം. കളിക്ക് രാവിലെ എല്ലാം പിന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എന്നെ കുൽമാലം കേട്ടോ. റോഡിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പം വിളിക്കൂല. രാവിലെ പോകുന്നവരെ എന്താ എന്നെ കുൽമാലാക്കും. ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തുന്നു. നിർണായകമായ മത്സരങ്ങളിൽ പലപ്പോഴും കേരളത്തെ ബാറ്റിംഗിൽ വലിയ തോതിൽ രക്ഷപ്പെടുത്തിയ നിസാർ സൽമാന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തലശ്ശേരിയിലെ അവരുടെ വീട്ടിലാണ്. അവരുടെ കുടുംബമൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. സൽമാൻ ഉൾപ്പെടുന്ന ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്തുന്നതിൽ പിന്നെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലശ്ശേരിക്കും കണ്ണൂർ ജില്ലക്കും നമ്മുടെ സ്റ്റേറ്റിനും സൽമാൻ നിസാറും കൂടി അഭിമാനമായതിൽ വളരെ സന്തോഷം. ഇപ്പോൾ 2 സെഞ്ചുറി ഉൾപ്പെടെ പല നിർണായകമായ മത്സരങ്ങളിലും കേരളത്തെ ബാറ്റിങ്ങിലൂടെ കരകയറ്റിയത്, രക്ഷപ്പെടുത്തിയെടുത്തത് സൽമാനാണ്. കളിയൊക്കെ കണ്ടിരുപ്പോൾ എങ്ങനെ തോന്നി? ഈ എല്ലാ മാച്ചുകളും നന്നായിട്ട് അവൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഉദ്ദേശം ഇന്ത്യൻ ടീമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിനാണ്. എനിക്ക് തോന്നുന്നു സാധാരണ പിള്ളേരൊക്കെ കളിച്ച് നടക്കുന്ന സമയത്ത് പിള്ളേരോട് കളിച്ച് നടക്കാതെ വീട്ടിൽ പോലെ പഠിക്കണമെന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ അങ്ങനെ നേരത്തെ പറയാറുണ്ടായിരുന്നു? ഇല്ല ഇല്ല പറയത്തില്ല. അവനക്ക് കളി തന്നെ കാര്യമായിട്ട്. കളിക്ക് തന്നെയായിരുന്നു പ്രാധാന്യം. കളി തന്നെ പ്രാധാന്യം. കളിക്ക് രാവിലെ എല്ലാം പിന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എന്നെ കുൽമാലം കേട്ടോ. റോഡിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പം വിളിക്കൂല. രാവിലെ പോകുന്നവരെ എന്താ എന്നെ കുൽമാലാക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തലശ്ശേരിയുടെ മണ്ണിൽ കളിച്ചു വളർന്നു. എറണാകുളത്തുമായിരുന്നു തോന്നുന്നു കുറെ കാലം. എറണാകുളം 6ാം ക്ലാസ് മുതൽ പിന്നെ എറണാകുളം തന്നെ ഡിഗ്രി വരെ ഫുള്ള്. ചെറുപ്പം മുതൽ ക്രിക്കറ്റിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു? ചെറുതിലെ താല്പര്യം തന്നെ ഉള്ളത് ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കാരനാണോ? അല്ല, ക്രിക്കറ്റ് കളിക്കാരനല്ല. എന്നാലും ക്രിക്കറ്റിന്റെ മറ്റ് കമ്മിറ്റികളും ഭാരവാഹികളും ആയിരുന്നു. ഓക്കെ, സൽമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്നലെ ലാസ്റ്റ് മാച്ച് കഴിഞ്ഞ ശേഷം ഇന്നലെ ചാറ്റ് ചെയ്തു. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉറപ്പായിട്ടുണ്ട് എന്നാണെന്നും ഇന്നലെ ലാസ്റ്റ് ചാറ്റ് ചെയ്ത് പറഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കളി. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് മാച്ച് കണ്ടിരുന്നു. വളരെയധികം സന്തോഷം. കാരണം ഒരു ഡ്രോവർ ആവാതെ അവർ 2 റൺസ് എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുകയും 1 റൺസിനായിരുന്നു നമ്മൾ സെമി ഫൈനലിലേക്ക് വന്നതും ഇപ്പോൾ 2 റൺസിന് ഫൈനലിലേക്കും മുന്നോട്ടേക്ക് പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിൽ. ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ. എന്താ സൽമാന്റെ ഒരു കളിയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്? സൽമാനെ ബാറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു അവനൊരു ബോളറെ എന്താ പറയണ്ടേ, പേടിക്കാതെ അവൻ്റെ ഒരു കളി മാത്രമായിട്ടുള്ള, അതായത് റൺ സ്കോർ എങ്ങനെ നേടാം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു കണ്ടത്. കാരണം കഴിഞ്ഞ പ്രീമിയർ ലീഗ് മാച്ച് ഞാൻ ഗ്രൗണ്ടിൽ പോയി കണ്ടിരുന്നു. ഇതിലും നമുക്ക് ആ ഒരു സന്തോഷം ഉള്ളത് ആ ഒരു കാര്യമായിരുന്നു. കാരണം അവൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു പ്രയത്നിച്ചതിൻ്റെ ഒരു ഫലമായാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. സൽമാന്റെ അനിയനാണ് ഇവിടെ ഉള്ളത്. SM കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയൊക്കെയാണ്. ഇപ്പൊ നാളെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ താരമായിരിക്കുമല്ലോ. പിന്നെന്താ, സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഇക്കാക്കൻ്റെ ഹാർഡ് വർക്ക് ചെയ്ത് ഇക്കാക്ക അത് കാണിച്ച് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ KSL കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് സീസൺ ആയിരുന്നു KSL. അല്ല ടോപ്പ് 2nd റൺ ഗേറ്റേഴ്സ് ആയതുകൊണ്ട് വളരെയധികം സന്തോഷമാണ്. കളി കാണാൻ പോയിന്, കളിയും കണ്ട് സന്തോഷമായിരുന്നു. പിന്നെ ഇക്കാക്ക എങ്ങനെ 100 അടി, എങ്ങനെ ഡെബ്യൂട്ട് 100 അടിക്കണമെന്ന് വിചാരിച്ച് ഇക്കാക്ക കുറേ നിന്നിന്. ഫസ്റ്റ് മാച്ചിൽ അതേ ഇക്കാക്ക 90-95 ഇങ്ങനെ നന്നായി അങ്ങോട്ട് പോയി. പക്ഷെ കിട്ടിയില്ല അവന് 100 അടിക്കണം. അവൻ ആ ബീഹാറിൻ്റെ അഗേൻസ്റ്റ് അവന് ക്രൂഷ്യൽ മാച്ച് അഗേൻസ്റ്റ് അവന് 100 അടിക്കുകയും ചെയ്ത്, 150 അടിക്കുകയും ചെയ്ത്. അത് അവൻ ആദ്യം കാണിക്കുകയും ചെയ്ത്. പിന്നെ ആ ക്വാർട്ടർ ഫൈനലിൽ പറയുന്നൊക്കെ, ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീർ അഗേൻസ്റ്റ് 100 അടിച്ചതിനും വളരെയധികം സന്തോഷമുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ 100 അടിച്ച് കാണാൻ ഇക്കാക്ക ലീഡ് എടുത്ത് കൊടുത്ത് അതിനെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. അനിയൻ എങ്ങനെ ക്രിക്കറ്റ് കളിക്കും? ഞാൻ ക്രിക്കറ്റ് കളിക്കും. കളിക്കുന്നുണ്ട്. ചേട്ടനെ പോലെ നമ്മുടെ ഒരാളുടെ പേര് കൂടി നമുക്ക് ഇതിനൊപ്പം പറഞ്ഞു പോകണം അല്ലേ. എനിക്ക് തോന്നുന്നു 2 ഉത്തരമലബാറുകാരാണ് ഇത്തവണ ഈ കളിയുടെ ഒരു പ്രധാനപ്പെട്ട ആളായി. സൽമാനും ഒപ്പം അസറും അല്ലേ. അക്ഷയചന്ദ്രനുണ്ട്. അക്ഷയചന്ദ്രനുണ്ട്. ഓപ്പണിംഗ് ബാറ്റ്സ്മാനല്ലോ. ഇപ്പൊ അവന് നന്നായിട്ട് കളിച്ചു. എല്ലാവരും ടീമിൽ എല്ലാവരും നന്നായി പ്രയത്നിച്ചിട്ടുണ്ട് എല്ലാവരും.
ഓക്കെ, ചരിത്രം സൃഷ്ടിക്കുമോ ഇത്തവണ രഞ്ജി ട്രോഫി കേരളം അടിക്കുമോ? ഇൻഷാല്ല അതിനുള്ള പ്രയത്നത്തിന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയും വേണം. ആദ്യം അതിനെ ഞങ്ങൾ പിന്നെ അടച്ചാണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ കപ്പും കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ കപ്പും കൊണ്ടുവരുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടല്ലോ. ആ സന്തോഷമല്ലോ ഭയങ്കര. ഫൈനലത്തിന് കോട്ടയിൽ കയറിയിട്ട് കപ്പും കൊണ്ട് വരണം. ഇൻഷാ അല്ലാ. ഞാൻ പ്രാർത്ഥിക്കും. എന്തായാലും പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ. അവന് പ്രത്യേകിച്ചിട്ട് തലശ്ശേരി ഇവിടെ നമ്മുടെ വീട്ടിൽ കളിക്കുന്ന സമയത്താണ് ആ സമയത്താണ് അവൻ്റെ ഒരു ടാലൻറ്റ് കാണുന്നതും. പിന്നെ മസറാണ് അവനെ കോച്ചിങ് സ്റ്റാർട്ടാക്കിയതും. പിന്നെ അതിനുശേഷമാണ് KC അക്കാഡമിയിലേക്ക് പോകുന്നത്. അവിടെയും പിന്നെ അനന്തൻ സാറ്, ജയറാം സാറ്, പിന്നെ ഉമേഷാണ് കോച്ചാകുന്നുണ്ടത്, പിന്നെ അയ്യപ്പൻ സാറ്, പിന്നെ അവിടെയുള്ള എല്ലാവരും നന്നായിട്ട് അതിന് പിന്തുണ കൊടുത്തിരുന്നു. നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ KC എന്ന് വന്ന ഒരു കുട്ടിയാണ് അവൻ. നന്നായി കളിച്ച അവൻ പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് നന്നായിട്ട് പ്രയത്നിക്കുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവന് ഇന്ത്യൻ ടീമിലേക്ക് എത്താനുള്ള ആ ഒരു ഇതിൽ ഉള്ളതവന്. ഓക്കെ, എന്തായാലും കുടുംബം ഭയങ്കര സന്തോഷത്തിലാണ്. ഹാർഡ് വർക്കിന് ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇത്തവണ ചരിത്രം സൃഷ്ടിക്കപ്പെടും. രഞ്ജി ട്രോഫി ഇത്തവണ കേരളം അടിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ കുടുംബമൊക്കെ ഉള്ളത്. ക്യാമറാമാൻ ഷിജിത് കണ്ണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ.